C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. സൊണാലിയുടെ ഔട്ട് ഹൗസ്. വീട്ടിലെ എല്ലാരും അറിഞ്ഞുകൊണ്ട് തനുശ്രീ ഇവിടെ താമസിക്കുന്നു. ഇയാളാണെങ്കിൽ സുഖമില്ലാത്തൊരാളും. സിദ്ധുവേട്ടനൊന്നും ഇങ്ങോട്ട് വന്നെന്ന് വെച്ച് ഞാൻ ടെൻഷൻ അടിക്കാനൊന്നും പോകുന്നില്ല. നീ ടെൻഷൻ അടിക്കും മോളെ, അതിനുള്ള വകുപ്പുണ്ട് എന്റെ കയ്യില്. ഇനി ഞാൻ വന്ന കാര്യം പറയാം. ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാലും മതിയായിരുന്നു. പക്ഷെ ധനുശ്രീയെ നേരിൽ വന്ന് കണ്ട് പറയണമെന്ന് തോന്നി. ഈ വരുന്ന 11-ാം തീയതി എന്റെ വിവാഹമാണ്. എന്റെ വീടായ കൽത്തോട്ടത്തിൽ വെച്ച് ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞാണ് മുഹൂർത്തം. ധനുശ്രീയെ ഞാൻ എന്റെ നിലയ്ക്ക് പ്രത്യേകമായി ക്ഷണിക്കുന്നു. വരണം. ക്ഷണം ഞാൻ സ്വീകരിക്കുന്നു. പക്ഷേ ഒരു സംശയം. ചോദിക്കേ. 11-ാം തീയതി അപർണയുടെ വിവാഹമാണെന്നേ പറഞ്ഞുള്ളൂ. വരൻ ആരാണെന്ന് പറഞ്ഞില്ല. ആരാ? ആ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. സിദ്ധുവേട്ടൻ എന്ന സിദ്ധാർത്ഥ് നാരായണൻ. മൂപ്പരാണ് വരൻ. ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയല്ല ഞാൻ ക്ഷണിച്ചത്. ഞങ്ങളുടെ കല്യാണം കൂടിയിട്ട് പോവാൻ വേണ്ടിയാണ് തനുശ്രീ ഇവിടെ സ്റ്റേ ചെയ്യുന്നതെന്ന് സിദ്ധുവേട്ടൻ എന്നോട് പറഞ്ഞു. എന്നാലും ഞാനായിട്ട് വന്ന് ക്ഷണിക്കണമല്ലോ. അപർണ ക്ഷണിച്ചാലും ഇല്ലെങ്കിലും ഞാൻ വരുമായിരുന്നു. ഇനിയിപ്പോ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ തമ്മിൽ ഇനി ശത്രുതയുടെ കാര്യമില്ലെന്നാ എനിക്ക് പറയാനുള്ളത്. ആ പറഞ്ഞതിന്റെ അർത്ഥം ഇതുവരെ ശത്രുത ഉണ്ടായിരുന്നു എന്നാണ്. എനിക്കല്ല, അപർണയ്ക്ക്. എന്നിട്ടിപ്പോ ഇയാൾ ഉദ്ദേശിച്ച കൊമ്പിൽ പിടി കിട്ടിയപ്പോ സമാധാനത്തിന്റെ വെള്ളരിപ്രാവിനെയും കൊണ്ട് വന്നിരിക്കുന്നു. ശത്രുവിനെ പോലെ വന്ന് ഒളിച്ചു താമസിച്ചത് ആരാണെന്ന് സ്വയം ഒന്ന് ആലോചിച്ചു നോക്ക്. എന്നിൽ നിന്ന് സിദ്ധുവേട്ടനെ അടർത്തി മാറ്റാൻ ശ്രമിച്ചത് ആരാ? ഞങ്ങള് വെറുതെ പ്രേമിച്ച് നടന്നവരൊന്നും അല്ല. വിവാഹ നിശ്ചയം നടത്തി റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞവരാ. ഒക്കെ ശരിയാണ്. പക്ഷേ ഒരു വലിയ സത്യം നീ മനഃപൂർവ്വം മറക്കുന്നു. സിദ്ധു നിന്റെ വിരലിൽ അണിയിച്ചു തന്നത് എനിക്ക് അർഹതപ്പെട്ട മോതിരമാ. നീയത് തട്ടിയെടുക്കുമായിരുന്നു. സിദ്ധുവേട്ടന്റെ ജീവിതത്തിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിപ്പോയ ഒരാള് എവിടെയാന്നും അറിയില്ല. ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ഉറപ്പില്ല. തകർച്ചയിലേക്ക് പോയ ആ മനുഷ്യനെ എന്റെ കൈ പിടിച്ച ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങൾ തമ്മിൽ അടുത്തതും. കേൾക്കാൻ കൊള്ളാം. തനുശ്രീയുടെ വാക്കുകളില് എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഞാൻ സിദ്ധുവേട്ടനെ തട്ടിയെടുത്തു എന്നുള്ളൊരു സൂചന. എന്താ അത് ശരിയല്ലേ? അല്ല, പലപ്പോഴും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ ഞാൻ. പക്ഷേ സാഹചര്യങ്ങളെല്ലാം അതിനെ ഇവിടം വരെ കൊണ്ടെത്തിച്ചു. ഇനിയിപ്പോ നമ്മൾ തമ്മിൽ വാദപ്രതിവാദം നടത്തിയിട്ട് എന്തിനാ? അതുകൊണ്ട് മനസ്സിലുള്ള കരടുകളെല്ലാം മറന്നിട്ട് തനുശ്രീ ഞങ്ങളുടെ വിവാഹത്തിന് വരണം. എന്നെ കല്യാണത്തിന് വിളിക്കാൻ നീ തീരുമാനിച്ചതിൽ തന്നെ ഒരു വാശിയുണ്ട്. നല്ല ഉറപ്പുണ്ടോ അപർണയ്ക്ക് വിവാഹം നടക്കുമെന്ന്? നടക്കാതിരിക്കാൻ എന്താ? അതോ തനുശ്രീ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ? നമ്മൾ എന്ത് മനസ്സിൽ കാണാൻ? എവിടെ നിന്നോ വന്ന് എവിടേക്കോ പോകുന്ന ഒരാള്. അതല്ലേ തനുശ്രീയുടെ റോള്. ഞാൻ വീണ്ടും ക്ഷണിക്കുക. വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും വരും. കല്യാണത്തലേന്ന് സന്ധ്യയ്ക്ക് ചെറുക്കനും കൂട്ടുകാരും കൂടി പെണ്ണിന്റെ വീട്ടിലേക്കൊന്ന് പോകും. ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയെന്നും സദ്യവട്ടങ്ങള് തുടങ്ങിയോ എന്ന് അന്വേഷിക്കാനുള്ള ഒരു സന്ദർശനം. കൂട്ടത്തിലെ കല്യാണ പെണ്ണ് വല്ലവന്റെയും കൂടി ഒളിച്ചോടിപ്പോയോ എന്ന് തിരക്കാൻ കൂടി ആയിരിക്കും. പിന്നെ അല്ലാതെ എന്തോത്തിനാ സുന്ദരളിയ. നീ എന്താ എണീറ്റ് പോന്നെ? അത് എനിക്ക് വല്ലാത്തൊരു ദാഹം.
ആഹാ. അപ്പൊ ഈ ജ്യൂസ് കുടിക്കാം. എനിക്കിപ്പോ വേണ്ട ഭാവനേച്ചി. ക്ഷീണം മാറുമെന്നേ. എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. ഞാനല്ലേ തരുന്നേ, കുടിക്കങ്ങോട്ട്. ആ ദേ ഈ ഫോട്ടോ എങ്ങനെയുണ്ട് നോക്കി. പഠിക്കുന്ന സമയത്തേ ഞാൻ സ്കൂളിൽ കലാതിലകമായിരുന്നു. അന്നത്തെ കുച്ചിപ്പുടി പോലെ അല്ല ഇന്നത്തെ ഡാൻസ്. ഓ നല്ല ചൂടല്ലേ. ദാ, ഇത് കുടിച്ചോ. സൂപ്പറാ. അയ്യോ, എല്ലാവരും ഒന്ന് മാറുന്നേ പ്ലീസ്. എല്ലാവരും ഒന്ന് മാറി നിന്നേ. പിന്നെ ഹലോ ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതൊരു മത്സരമാണ്. തന്റെ ഉച്ച നല്ല ഫോമിലാന്ന് തോന്നല്ലോ. ഈ പരിപാടിക്ക് കൊഴുപ്പ് കൂട്ടാനായി ഞാൻ ഒരു ഐറ്റം അവതരിപ്പിക്കുകയാണ്. സാരേ ജഹാംസയിട്ടുള്ള മസിൽ ഡാൻസ് ആണോ? അല്ല, ഇതൊരു മത്സരമാണ്. ഞാനേ ഇപ്പൊ ഇവിടെ നിൽപ്പങ്ങ് നിൽക്കും, അതൊന്നൊന്നര നിൽപ്പായിരിക്കും. അടിപൊളി. അങ്ങനെ വടി പോലെ നിൽക്കുന്ന എന്നെ ചിരിപ്പിക്കണം. അങ്ങനെ ചിരിപ്പിക്കുന്നവർക്ക് 10,000 രൂപ, അല്ല 5,000 രൂപ. അതുപോലെ 1,001 രൂപ സമ്മാനം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.